കൊല്ലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച് CITU ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഈ സമരത്തിന്റെ ഭാഗമായി. പണിമുടക്ക് ദിവസം ഒപ്പിട്ട് മടങ്ങാൻ തുടങ്ങിയ പഞ്ചായത്ത് സെക്രട്ടറി മുഴുവൻ സമയവും ജോലി ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സമരത്തെപ്പറ്റി അറിയില്ലായിരുന്നുവെന്നും സർക്കാർ ഓഫീസ് തുറക്കാതിരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് എത്തിയത് എന്നും പഞ്ചായത്ത് സെക്രട്ടറി വിശദീകരിച്ചു. ഇവിടുത്തെ ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് നാളായി കുറ്റവിലോപമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. തൊഴിലാളി വിരുദ്ധ സമീപനമാണല്ലേ? തൊഴിലാളി വിരുദ്ധ സമീപനവും ഇവിടെ 10 മണിക്ക് ജോലിക്ക് കയറുന്ന സെക്രട്ടറി എല്ലാ ദിവസവും 11:30 ശേഷമാണ് ഇവിടെ വരുന്നത്. എന്നാൽ ഇന്ന് പണിമുടക്കിന്റെ ഭാഗമായി ഇന്ന് 10 മണിക്ക് തന്നെ വന്ന് രജിസ്റ്റർ ഒപ്പിട്ട് ഓഫീസ് പൂട്ടി ഇറങ്ങാൻ നേരമാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ സെക്രട്ടറി ഉപരോധിക്കുന്നത്. ഓഫീസ് പൂട്ടി പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്ന് ഈ ജോലി സമയം തീരുന്നിടം വരെ വൈകിട്ട് 5 മണി വരെ ഈ സെക്രട്ടറി ഇവിടെ ഉപരോധിച്ചുകൊണ്ട് അതിനുശേഷം മാത്രമേ ഈ സെക്രട്ടറിയെ പുറത്തേക്ക് വിടത്തുള്ളൂ എന്നാണ് ഈ സമരസമിതിക്ക് വേണ്ടി പറയുന്നത്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായുണ്ട്. രാഹുൽ, എത്ര സമയം സെക്രട്ടറിക്ക് ഓഫീസിനുള്ളിൽ ഇരിക്കേണ്ടി വന്നു? പോലീസ് ഇടപെട്ടോ? എന്തായാലും പോലീസ് ആദ്യഘട്ടത്തിൽ ഇടപെട്ടു. അപ്പോൾ സമാധാനപരമായി പ്രതിഷേധം നടത്തുകയാണ്. ഓഫീസിന് മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകാൻ കഴിയില്ല തരത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ CITUവും ഡിവൈഎഫ്ഐയുമാണ് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. കാരണം ഈ പണിമുടക്ക് ദിവസം ഷീജ മോൾ എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേര്. രാവിലെ 10 മണിക്കെത്തി ഒപ്പിട്ട് മടങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് 5 മണിവരെ ജോലി തുടരണം എന്ന ആവശ്യവുമായി ഇത്തരത്തിലൊരു ഉപരോധവുമായി CITUവും ഡിവൈഎഫ്ഐയും സംയുക്തമായൊരു സമരം നടത്തിയത്. കാരണം ഈ ദിവസം എത്തിയെങ്കിൽ മുഴുവൻ സമയം ജോലി ചെയ്യണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പ്രതികരണവും ലഭ്യമായിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞത് സമരവുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യവും അറിയില്ല, സർക്കാർ ഓഫീസാണ്, തുറക്കാതിരിക്കാൻ കഴിയില്ല, ജോലി ചെയ്യാനാണ് വന്നത്, ജോലി ചെയ്ത് മുഴുവൻ സമയം കഴിഞ്ഞ് മടങ്ങും എന്ന നിലപാടിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാലും ഉച്ചയോടുകൂടി സമരക്കാർ പിരിഞ്ഞു പോയി. എങ്കിലും 1-2 സമരക്കാർ വന്നും പോയി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം മുഴുവൻ സമയവും ജോലി ചെയ്ത ശേഷം മാത്രമേ പുറത്തു പോകാൻ കഴിയൂ എന്ന തരത്തിലായിരുന്നു ഈ സമരം ചെയ്യാൻ എത്തിയവർ പറഞ്ഞത്. നിലവിലെന്തായാലും രാവിലെ വലിയ പ്രതിഷേധവും ഓഫീസിനുള്ളിൽ പോലും വലിയ പ്രതിഷേധം കാണാൻ സാധിക്കുമായിരുന്നു. ആ ഘട്ടത്തിലാണ് പോലീസിനെ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ച് ശേഷം പോലീസ് വന്ന ശേഷമാണ് സ്ഥിതി ശാന്തമായത്. നിലവിൽ അവിടെ സ്ഥിതി ശാന്തമാണ്. ഒപ്പം ഉച്ചയോടുകൂടി പ്രവർത്തകരുടെ വലിയ സംഘം പിരിഞ്ഞുപോയി. എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തകർ ഇത്തരത്തിൽ മുഴുവൻ ജോലി ചെയ്ത ശേഷം മാത്രമേ പുറത്തു പോകാവൂ എന്ന നിലപാടിലായിരുന്നു ഉണ്ടായത്. ഭീഷണിയുടെ മുനയിൽ നിർത്തുന്ന സ്ഥിതിയായിരുന്നു. അവർക്ക് പുറത്തേക്ക് പോലും വരാൻ കഴിയാത്ത തരത്തിൽ, ഭയപ്പെടുന്ന തരത്തിൽ പുറത്ത് ആളുണ്ടായിരുന്നു. വിശപ്പടിച്ചപ്പോൾ സമരക്കാരിൽ ഭൂരിഭാഗം പോയെങ്കിലും വന്നും പോയും ഒക്കെ ആൾ നിൽക്കുന്നത് ഒരു ഭീഷണി സാഹചര്യം തന്നെയായിരുന്നു. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.